ഹായ്, മറ്റൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഇന്നിവിടെ പറയാൻ പോകുന്നത് വെച്ചാൽ നമ്മളിപ്പം കോമൺ ആയിട്ട് ഈ CNG കണക്ഷൻ വന്നിട്ടുണ്ട്. അതായത് LNG അല്ലെങ്കിൽ CNG എന്നൊക്കെ പറയും, പൈപ്പ് ലൈൻ ഗ്യാസ്. അപ്പോൾ ഈ പൈപ്പ് ലൈൻ ഗ്യാസ് കണക്ട് ചെയ്യുന്ന മിക്ക ആൾക്കാർക്കും ഒരു കൺഫ്യൂഷൻ ഉണ്ട്. നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന അടുപ്പ് നമുക്ക് അതിനകത്ത് ഉപയോഗിക്കാൻ പറ്റുമോ, അല്ല വേറെ എന്തെങ്കിലും ഓൾട്ടറേഷൻ ചെയ്യണോ എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടാവും. അതിന് നമുക്ക് വേറെ കോംപ്ലിക്കേഷനോ കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. അതിനകത്ത് ഗ്യാസ് സ്പ്രേ ചെയ്യുന്ന ഇഞ്ചക്ടർ ഒന്ന് റീപ്ലേസ് ചെയ്താൽ മതി. അതല്ലാന്നുണ്ടെങ്കിൽ ആ ഇഞ്ചക്ടർ വാങ്ങിക്കാൻ കിട്ടുന്നില്ലെങ്കിൽ അതൊന്ന് ജസ്റ്റ് ഒന്ന് ഓൾട്ടർ ചെയ്ത് ഉപയോഗിക്കാനും പറ്റും. അതെന്തിനാണ് അങ്ങനെ ഓൾട്ടർ ചെയ്യുന്നത്? നമ്മുടെ സെയിം ഹോബ് നമുക്ക് ഓൾട്ടർ ചെയ്ത് ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇഞ്ചക്ടർ മാറ്റണം എന്ന് പറഞ്ഞതിന്റെ കാര്യം വെച്ചാൽ നമ്മൾ എൽ പി ജി എന്ന് പറയുന്ന ആ ഒരു ഗ്യാസ് പ്രഷർ കൂടുതലാണ്. അതിനൊരു 30 മില്ലി ബാറൊക്കെ ഉണ്ടാവും അതിന്റെ പ്രഷർ എങ്കിൽ CNG ആകുമ്പോഴത്തേക്ക് ഒരു 22 ആ ഒരു പ്രഷർ ഗേജ് ആയിരിക്കും. അപ്പോൾ ഹോള്, അതിന്റെ ഇഞ്ചക്ടറിന്റെ ഹോള് വലുതാണെങ്കിൽ മാത്രമേ കറക്റ്റ് ആയിട്ട് അതിന്റെ ഗ്യാസ് വരുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ ഗ്യാസ് വരില്ല, ഫ്ലെയിം കുറവായിരിക്കും. പൈപ്പ് ലൈൻ ഗ്യാസിനകത്ത് നമുക്ക് നമ്മുടെ സാധാരണ അടുപ്പ് ഉപയോഗിക്കാം. നമ്മൾ അടുപ്പൊന്നും മാറ്റേണ്ട ആവശ്യമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം എന്തൊക്കെയാണ് അതിനകത്ത് ചെയ്യേണ്ട പ്രൊസീജിയർ എന്നുള്ളത്. ഇപ്പം ഇതുപോലെ ഇതാണ് ഇതിന്റെ ഇഞ്ചക്ടർ എന്ന് പറയുന്നത്. ഗ്യാസ് സ്പ്രേ ചെയ്യുന്ന ഒരു ഭാഗമാണിത്. അപ്പോൾ ഈ ഇഞ്ചക്ടറാണ് നമുക്ക് LPGന്ന് CNGയിലേക്ക് കണക്ട് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മാറ്റേണ്ട ഒരു പാർട്ട്. ഇനിയിപ്പം നമുക്കത് നമ്മുടെ കയ്യിൽ ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് അവൈലബിൾ അല്ല, ഇപ്പോൾ പർട്ടിക്കുലർ മോഡലിന് ചിലപ്പം അങ്ങനെ നമുക്ക് ഇഞ്ചക്ടർ കിട്ടുന്നില്ല അല്ലെങ്കിൽ ആ സൈസിൽ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ മാത്രം നമ്മൾ ഓൾട്ടർ ചെയ്യാനുള്ള ഒരു ടൂളുണ്ട്. ഇതാണ് ആ ടൂൾ ഇതാണ്. ഈ ടൂൾ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഇലക്ട്രോണിക്സ് റിപ്പയർ ചെയ്യുന്ന ആൾക്കാരാണ്. അവർക്ക് അതിൻ്റെ ബോർഡ് കാര്യങ്ങളൊക്കെ അഡീഷണൽ ആയിട്ട് തുളക്കാൻ വേണ്ടിയിട്ടുള്ളൊരു ഓപ്ഷന് വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ കാണുന്ന ഇവിടെയാണ് ഇതിൻ്റെ ഇഞ്ചക്ടർ ഇരിക്കുന്നത്. ഇതിൽ നമ്മൾ ഈ താഴെയിൽ പിടിച്ചിട്ട് ഇവിടെ ഇങ്ങനെ താഴെ പിടിച്ചിട്ടാണ് ഇതിന്മേൽ നിൽക്കുന്ന സമയത്ത് അത് ഹോള് വലുതാവും. അതായത് ഇപ്പോൾ നിലവിലുള്ള ഈ ഒരു കുഞ്ഞു ഹോളിനകത്തോട് ഈ ഒരു ബിറ്റ് കയറി പോകില്ല. അതിന് പകരം നമ്മൾ ഇതിനകത്ത് ഇങ്ങനെ വെച്ചിട്ട് നമ്മൾ തിരിക്കുമ്പോൾ ഓട്ടോമാറ്റിക് അത് ആ ഹോള് വലുതാവും. ആ ഹോള് വലുതായി കഴിഞ്ഞിട്ട് ആ ഒരു ഇഞ്ചക്ടറാണ് CNGക്ക് ഉപയോഗിക്കേണ്ടത്. LPGക്ക് ചെറിയ ഹോളായിരിക്കും, CNGക്ക് ഇതിന് താരതമ്യേന അതിൻ്റെ ഉള്ളിലത്തെ ഹോള്, ഈ ഫസ്റ്റ് കാണുന്നതല്ല, അതിൻ്റെ ഉള്ളിൽ വേറെ ഹോളുണ്ട്. ആ ഹോള് വ്യത്യാസം ഉണ്ടാവും. അപ്പം അത് ചേഞ്ച് ചെയ്തിട്ട് നമുക്ക് വേണമെങ്കിൽ നമ്മുടെ ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്ന അടുപ്പ് തന്നെ നമുക്ക് CNGയിലോട്ട് മാറ്റാം. ഒന്നെങ്കിൽ ഈ ഒരു ഇഞ്ചക്ടർ ചേഞ്ച് ചെയ്യുക, അതല്ലെങ്കിൽ ഇതുപോലൊരു ടൂൾ ഉപയോഗിച്ചിട്ട് ആ ഹോള് വലുതാക്കിയിട്ട് ആ ജെറ്റ് തന്നെ ഉപയോഗിക്കാം, അടുപ്പ് മാറാതെ തന്നെ.